എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രോഹിണി, ഇടവം രാശി, സ്ത്രീയോനി, പക്ഷി ഉള്ള്, ഗണം മാനുഷം, വൃക്ഷം ഞാവൽ, മൃഗം നാൽപ്പാമ്പ്, പഞ്ചഭൂതങ്ങളിൽ ഭൂതം ഭൂമി, ദേവത ബ്രഹ്മാവ്. പണ്ടത്തെ കാലത്ത് സാധാരണക്കാർ നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു. ജനിച്ച ദിവസത്തെ കലണ്ടറിൽ കാണുന്ന ദിവസത്തെ ഓർത്തു വയ്ക്കുകയാണ് പതിവ്. പിന്നീട് വിവാഹത്തിനും മറ്റും ജ്യോതിഷന്റെ അടുത്തെത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് രോഹിണിയല്ല കാർത്തികയോ മകയിലുമോ ആണെന്ന്. അപ്പോൾ വിഷമം വരും. ഇത്രയും നാൾ ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തിയതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ എന്ന്. നിങ്ങൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ടോ? ശരി, നമുക്കിനി വിഷയത്തിലേക്ക് വരാം. രോഹിണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ, രോഹിണി നക്ഷത്ര ജാതകളായ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ, രോഹിണി നക്ഷത്രക്കാർക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ, രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭാഗ്യരത്നം, ഭാഗ്യനിറം എന്നിവയെ പറ്റിയാണ് ഈ അധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക. ആദ്യം രോഹിണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം. ആളുകളോട് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുന്ന സ്വഭാവമൊന്നും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകില്ല. എങ്കിലും പരിചയിക്കുന്നവരോട് സ്നേഹപൂർവവും അന്തസ്സായും പെരുമാറും. രോഹിണി നക്ഷത്രക്കാർ വളരെ സൗമ്യരായി കാണപ്പെടും. എന്നാൽ പ്രകോപിതരായാൽ പിന്നെ നിയന്ത്രണാതീതമായിരിക്കും. ക്ഷോഭിച്ചു പോയാൽ പക വീട്ടാതെ പിന്തിരിയുകയില്ല. ഇവർ പ്രകോപിതരായാൽ തണുക്കാൻ വളരെ പ്രയാസമായിരിക്കും. ഇവർ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് കോപിച്ചാലും ശത്രുക്കളെപ്പോലെ പെരുമാറിയെന്നിരിക്കും. മറ്റുള്ളവരുടെ പണമിടപാടുകളിൽ കണിശക്കാരായിരിക്കും. സ്വന്തം വരവ് ചിലവുകളെപ്പറ്റി തീരെ ശ്രദ്ധയുണ്ടാകാറില്ല. രോഹിണിയുടെ നക്ഷത്രാധിപൻ ചന്ദ്രനായതുകൊണ്ടും ഇവരുടെ രാശാധിപൻ ശുക്രനായതുകൊണ്ടും ഇവരിൽ സ്ത്രീകളുടെ ഗുണങ്ങളും സ്ത്രീ സ്വഭാവ സവിശേഷതകളും മുന്നിട്ട് നിൽക്കാം. രോഹിണി നക്ഷത്രക്കാർ സാത്വിക ചിന്തകരായതുകൊണ്ട് മനസ്സിൽ സ്ഥിരത ഉണ്ടായിരിക്കും. ചെറിയ അപാകതയോ മറ്റോ വന്നു എന്ന് കരുതി ആത്മവിശ്വാസമൊന്നും കൈവിടില്ല രോഹിണി നക്ഷത്രക്കാർ. വീണ്ടും വീണ്ടും ഏർപ്പെട്ട് ആത്മധൈര്യത്തോടും ദൃഢനിശ്ചയത്തോടും പരാജയപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വിജയം കൈവരിക്കും. ഈ സ്വഭാവമുള്ളതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാരെ മറ്റുള്ളവർ ബഹുമാനിക്കുകയും ചെയ്യും. അതുപോലെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന വിധം ലളിതമായ ജീവിതമായിരിക്കും രോഹിണി നക്ഷത്രക്കാരുടേത്. രോഹിണി നക്ഷത്രക്കാർ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന രോഹിണി നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ മിടുക്കരായിരിക്കും. ഒരുപാട് വിദ്യകളിൽ രോഹിണി നക്ഷത്രക്കാർ നിപുണരായിരിക്കുമെങ്കിലും ഒരു വിദ്യയിലും പൂർണ്ണതത്വം നേടാൻ സാധിക്കാത്തവരായി കാണുന്നു. മനോഹരമായ ചിരിയും വശ്യതയുള്ള കണ്ണുകളും രോഹിണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. എത്ര നല്ല കാര്യങ്ങൾ കുടുംബത്തിനു വേണ്ടി ചെയ്താലും പഴി കേൾക്കാൻ വിധിയുള്ളവരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ. അതായത് ഇവരുടെ നല്ല മനസ്സ് കാണാൻ കുടുംബത്തിലുള്ളവർക്ക് കഴിയാതെ വരും. എന്നാൽ വെളിയിലുള്ള മറ്റു വ്യക്തികൾ ഇവരുടെ നന്മയെ തിരിച്ചറിയുകയും ചെയ്യും. അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർ ആരെയാണോ കൂടുതൽ വിശ്വസിക്കുന്നത് അവരിൽ നിന്ന് തന്നെ പഴി ചാരൽ കേൾക്കേണ്ടി വരും. ശരീര സുഖത്തിലും ഇന്ദ്രിയ സുഖത്തിലും സ്ത്രീ സഹവാസത്തിലും വലിയ താല്പര്യമുള്ളവരായിരിക്കും രോഹിണി നക്ഷത്രക്കാർ. ആഭരണാദികളിലും അലങ്കാരങ്ങളും ഇഷ്ടപ്പെടുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ ഒരു സ്വഭാവമാണ്. സ്വഭാവദൂഷ്യം, അസൂയ ഇവയൊന്നും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകില്ല. കാരണം ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസികളും ധാർമ്മിക പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവരും ആയിരിക്കും. രോഹിണി നക്ഷത്രക്കാരുടെ നടപ്പിന് ഒരു പ്രത്യേകതയുണ്ടാകും. അതുകൊണ്ട് തന്നെ എത്ര ആൾക്കൂട്ടത്തിനിടയിൽ ഇവരെ തിരിച്ചറിയാൻ സാധിക്കും. വലിയ അഭിമാന ബോധമുള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ. തന്നെ അപമാനപ്പെടുത്തുന്നത് ആരായാലും അത് എത്ര വലിയവനായാലും എതിർത്ത് കയർക്കും. തൻ്റെ അഭിമാനത്തിന് ഏതെങ്കിലും തരത്തിൽ അല്പം കോട്ടം തട്ടിയാലും അവരുടെ ഉറക്കം പോലും നഷ്ടമായേക്കാം. പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ രോഹിണി നക്ഷത്രക്കാർ
അത്ര മിടുക്കരായിരിക്കണം എന്നില്ല. എന്നാൽ മനസ്സുകൊണ്ട് ഏറ്റെടുക്കുന്ന പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്യും. പെട്ടെന്ന് ഒരു കാര്യം ഏറ്റെടുക്കുന്ന സ്വഭാവമൊന്നും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകില്ല. ദേഷ്യപ്പെട്ട് കയർത്ത് സംസാരിക്കുമെങ്കിലും സ്വന്തം അമ്മയെന്ന് വെച്ചാൽ ഭൂരിഭാഗം രോഹിണി നക്ഷത്രക്കാർക്കും ജീവനായിരിക്കും. രോഹിണി നക്ഷത്രക്കാർ രാപകൽ അധ്വാനിക്കുന്നവരാണെങ്കിലും വിജയം അഥവാ കാര്യപ്രാപ്തി വളരെ പതുക്കെ പതുക്കെ മാത്രമേ ഇവർക്ക് ലഭിക്കുകയുള്ളൂ എന്ന് കണ്ടുവരുന്നുണ്ട്. ജീവിതത്തിൽ കുടുംബപരമായാലും മറ്റു തരത്തിലുള്ള തടസ്സങ്ങളായാലും ഇവരെ തളർത്തുകയില്ല. ബാല്യകാലം മിക്ക രോഹിണി നക്ഷത്രക്കാരുടെയും സുഖകരമായിരിക്കില്ല എന്ന് കണ്ടുവരുന്നു. ഇതൊക്കെയാണ് രോഹിണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ. അടുത്തതായി രോഹിണി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. രോഹിണി നക്ഷത്രക്കാർക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ തിരുവാതിര, പൂയം, മകം, മൂലം, പൂരാടം, ഉത്രാടം, ഒന്നാം പാദം ഇവയൊക്കെയാണ്. ഈ നക്ഷത്രങ്ങൾ ചേരുന്നതല്ല. അതായത് ഈ നക്ഷത്രക്കാരുമായി വിവാഹം, സുഹൃത്ബന്ധം, കൂട്ടുവ്യാപാരം ഇവയൊന്നും പാടില്ല. ഈ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ രോഹിണി നക്ഷത്രക്കാർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കണം. മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരുമായി രോഹിണി നക്ഷത്രക്കാർ സൂക്ഷിച്ച് ഇടപെടുകയും വേണം. രോഹിണി നക്ഷത്രക്കാർക്ക് ആരംഭദിശ ചന്ദ്രദശയാണ്. ഇത് 10 വർഷം. അത് കഴിഞ്ഞ് ചൊവ്വ 7 വർഷം, 18 വർഷം രാഹു, 16 വർഷം വ്യാഴം, 19 വർഷം ശനി, 17 വർഷം ബുധൻ, 7 വർഷം കേതു, പിന്നീട് 20 വർഷം ശുക്രൻ, അത് കഴിഞ്ഞ് 6 വർഷം ആദിത്യൻ. ഇനി രോഹിണി നക്ഷത്ര ജാതകളായ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തെന്നുകൂടി പറയാം. ചന്ദ്രന്റെ വിധിക്ഷയം പോലെ തന്നെ രോഹിണി നക്ഷത്ര ജാതകൾ ചാഞ്ചല്യമുള്ളവരായിരിക്കും. 19 മുതൽ 30 വരെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന രോഹിണി ജാതകൾ 30നും 40നും ഇടയിൽ സുഖകരമായ ജീവിതം നയിക്കും. കുടുംബസുഖം, സന്താന ഗുണം, ബന്ധുബലം തുടങ്ങിയവ ഈ സമയം കൂടുതൽ വന്നുചേരും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വികാരഭരിതരാണ്. അതിനാൽ ഉള്ളുകൊണ്ട് ദുർബലമായിരിക്കും. എന്നിരുന്നാലും മുഖത്ത് ആ ബലഹീനത കാണിക്കുകയില്ല. രോഹിണി നക്ഷത്ര ജാതകൾ മുഖപ്രസാദം ഉള്ളവരും വശ്യമായ പുഞ്ചിരി ഉള്ളവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന മധുരഭാഷണമുള്ളവരും ആയിരിക്കും. ലൈംഗിക സുഖഭോഗങ്ങളിൽ താല്പര്യം കൂടുതൽ ഉള്ളവരാണെങ്കിലും രോഹിണി നക്ഷത്രക്കാരികൾ മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട് ഭർത്താക്കന്മാർക്ക് എപ്പോഴും സഹായവും പ്രേരണയുമായിരിക്കും. വിശ്വാസ വഞ്ചന കാണിക്കുന്നവരായിരിക്കില്ല ഭൂരിഭാഗം രോഹിണി നക്ഷത്രക്കാരും. അസൂയ ഒട്ടും ഇല്ലാത്തവരാണ് രോഹിണി നക്ഷത്രക്കാരികൾ. സൗമ്യവും സ്നേഹപൂർണവും അനുകമ്പയുള്ള പെരുമാറ്റമുള്ള രോഹിണി നക്ഷത്രക്കാരികൾ നല്ല ഒരു ജീവിത പങ്കാളിയുമായിരിക്കും. ഭർത്താവിനെയും കുട്ടികളെയും സ്നേഹിക്കുന്നവരായ രോഹിണി നക്ഷത്രക്കാരികൾ ചില അവസരങ്ങളിൽ ഭർത്താവിനെ സംശയിച്ചു എന്ന് വരാം. അതിനായി ഭർത്താവിൽ പ്രത്യേകം കുറ്റങ്ങളൊന്നും വേണ്ട, പ്രത്യേകം കാരണങ്ങളും വേണ്ട. ഇക്കാര്യം രോഹിണി നക്ഷത്രക്കാരികൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ദാമ്പത്യ ജീവിതം സംതൃപ്തിയോടെ നയിക്കാൻ കഴിയില്ല. രോഹിണി നക്ഷത്രക്കാരികൾ ചോതി നക്ഷത്രക്കാരുമായി അകന്നിരിക്കുന്നതാണ് നല്ലത്. രോഹിണി നക്ഷത്രക്കാരികൾക്ക് കുഞ്ഞുങ്ങളോട് വലിയ താല്പര്യമായിരിക്കും. ലാളന മനോഭാവം, ദയ, ആകർഷണമായ പെരുമാറ്റം, മുഖപ്രസാദം, വശ്യമായ ചിരി എന്നിവയെ കൊണ്ട് ആരെയും തന്നിലേക്ക് അടുപ്പിക്കാൻ രോഹിണി നക്ഷത്ര ജാതകൾക്ക് സാധിക്കും. രോഹിണി നക്ഷത്രകാരികൾക്ക് എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാം, ഏതു ജോലിയും ഏൽപ്പിക്കാം. തന്നെയല്ലാതെ മറ്റാരെയും പ്രസാദിപ്പിക്കാതിരിക്കാൻ തന്നെ ലഭിക്കുന്ന ജോലിയിൽ തൻ്റെ ശ്രദ്ധയും പ്രയത്നവും പ്രകടിപ്പിക്കും. ദേഹസുഖഭോഗങ്ങളിൽ താല്പര്യം കൂടുതൽ കാണിക്കുന്നവരായതുകൊണ്ടും പൊതുവെ അലസരായിരിക്കുന്നതുകൊണ്ടും രോഹിണി നക്ഷത്ര ജാതകൾക്ക് കഫരോഗങ്ങൾ, മൂത്രരോഗം, കഴുത്തിൽ വീക്കം, കാൽ വേദന, സ്തനവേദന എന്നീ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരികളും പതിവ്രതകളും എളുപ്പം സന്തോഷത്തിനും എളുപ്പം വിഷാദത്തിനും വിധേയമാകുന്നവരും ആകുന്നു. ഇതൊക്കെയാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ. അടുത്തതായി രോഹിണി നക്ഷത്രക്കാർ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം. മനസ്സിൽ കളങ്കമില്ലാത്തവരാണെങ്കിലും
മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന പ്രവണത കാരണം മറ്റുള്ളവർ സ്വാർത്ഥരാണെന്ന് കരുതും. അതിനാൽ ഇക്കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണ്. കാരുണ്യവും സഹാനുഭൂതിയും നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിനെ മറ്റുള്ളവർ മുതലെടുക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ധനപരമായി മാത്രം വേണമെന്നില്ല. ഏതൊരു കാര്യത്തിന് പുറപ്പെട്ടാലും ആദ്യം കാണിക്കുന്ന അതേ വ്യഗ്രത അവസാനം വരെ ഉണ്ടാകുക, അല്ലെങ്കിൽ അപൂർണനാണെന്ന് മുദ്രകുത്തും. അടുത്തതായി രോഹിണി നക്ഷത്ര നാളിൽ ചെയ്യാനാകുന്ന കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. വിവാഹം, ദേവാലയ നിർമ്മാണാരംഭം എന്നിവ പോലെ എല്ലാ മംഗളകർമ്മങ്ങൾക്കും അത്യുത്തമമാണ് രോഹിണി നക്ഷത്രം. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.